കുട്ടികളെ സുപ്രഭാതം. അതെ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് സുപ്രഭാതം പറയണം, അതിനുശേഷം താങ്ക്സ് പറയണം. അപ്പോൾ ആരൊക്കെയാണ് ക്ലാസ് കണ്ടതെന്ന് എനിക്കറിയണ്ടേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്താൽ സന്തോഷമായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്ലാസ് കാണുന്നുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവണ്ടേ? സത്യത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുമ്പിൽ കുട്ടികളെ കിട്ടിയിട്ടുമില്ല. എന്നിട്ട് ആയിരിക്കും ക്ലാസ് എടുത്ത് വരുമ്പോൾ ശരിക്കും മോർണിംഗ് തൊട്ടുള്ളൊരു വലിയൊരു പ്രോസസ്സാണ്. മറ്റുള്ള ക്ലാസ്സാണ്, ഇപ്പോൾ ആ സമയത്ത് ക്ലാസ് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആവും. ഇത് എത്ര നേരമാണ് ക്ലാസ് എടുക്കുന്നത്? എന്തായാലും ക്ലാസ് ഇന്നലത്തെ ക്ലാസ്സിൽ ചെറിയ 1-2 കൺഫ്യൂഷൻ ആണെന്ന് മാറ്റിയുണ്ട്. സംസം മാത്രമാണ് അലിക്കാട് ഇന്നലെ ഒരു സംശയം ചോദിച്ചത്. സംസം ചോദിച്ചു, സം കാണാനായിട്ട് ഇന്നലെ പറഞ്ഞ സന്ദർഭത്തിൽ അത് ഹാഫ് n into x1 plus xn എന്നുള്ള ഫോർമാറ്റ് ഉപയോഗിച്ചുകൂടിയത്. ഓക്കെ, നമുക്കത് ഉപയോഗിക്കാം. x1 ഇന്നലത്തെ അറിയാലോ 106 ആയിരുന്നു ഇന്നലത്തെ x1 ഉണ്ടായിരുന്നു. xn 300 അവിടെ 295 ആയിരുന്നു തോന്നുന്നു, അതുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എണ്ണം 28 അങ്ങോട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 28ൻ്റെ ഹാഫ് കണ്ടിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആൻസർ. സംസം മാത്രമാണ് ചോദിച്ചത്. ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. വളരെ ശ്രദ്ധിച്ച് എനിക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നല്ല രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിലുണ്ടാകുന്നത്. അജ്ഞാത സംഖ്യയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ള പ്രോസസ്സാണല്ലോ അതിലുള്ളത്. ഈ അൺനോൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 8ാം ക്ലാസ് മുതൽ പഠിച്ചിട്ട് കേട്ടോ. 8ാം ക്ലാസ്സിലെ കഥ ഓർമ്മയുണ്ടല്ലോ. കുറേ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ പക്ഷിയുടെ ലീഡറോട് ചോദിച്ചു, ഞങ്ങൾ എത്ര പേരുണ്ട്? അപ്പോൾ ആ ലീഡർ പറഞ്ഞു, ഞങ്ങളും അതിൻ്റെ പകുതിയും പിന്നെയും കൂടെ കൂട്ടിയാൽ 100 കിട്ടുമല്ലോ. അപ്പോൾ നമ്മളന്ന് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ എക്സ്, ഞങ്ങളും അപ്പോൾ x+x, അതിൻ്റെ പകുതി x/2, അതിൻ്റെ പകുതി x/2ൻ്റെ പകുതി x/4 പ്ലസ് നീ എന്ന് പറഞ്ഞാൽ ഒരാൾ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അങ്ങനെ ഒരു കണക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നപ്പോൾ നമ്മൾ ഒരു ശ്ലോകം പഠിച്ചത് ഓർമ്മയുണ്ടാവും. എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് കർണൻ പോയപ്പോൾ കർണൻ്റെ ഒരു വല്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. നമ്മളത് കുറേ വിശദീകരിച്ചിട്ടുണ്ട്. കർണൻ വളരെ ഫോമിൽ എന്നൊരു ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കർണനെ വധിക്കുന്ന ദിവസം എത്തിയപ്പോൾ അർജുനൻ കൊണ്ടുപോയ അമ്പിനെ കുറിച്ച് സാങ്കല്പിക കണക്കിൻ്റെ ഒരു ശ്ലോകം പറഞ്ഞു. ഓർമ്മയുണ്ടോ? ലീലാവതിയിലുള്ളത്, അമ്പിൽ പാതി തൊടുത്തു കർണശരസംഘാതം തടഞ്ഞ അർജുനൻ, മൂലത്തിനാലിരട്ടി കണഗ്രധര ദാശങ്ങളെ കൊന്നുവീഴ്ത്തി, ശല്യർക്കാരമ്പ് കൊണ്ടു കൂടെ ജാപം ഖണ്ഡിച്ച് 3 ശിഷ്ടം വന്ന ഒരു ബാണം രവിസുദിനെ വധിച്ചെങ്കിൽ ആകെത്ര. ഇങ്ങനെ അൺനോൺ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇതിലുള്ളത്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്കിതിനെ 2 പാർട്ടാക്കാം. ഒന്ന്, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് പഠിക്കുന്നത്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമാറ്റും അതിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില കണ്ടെത്തുക. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വിലയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മൂല്യം. അതിൻ്റെ മൂല്യം അതാണ്. പരിഹാരം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ പരിഹാരമായി വരുന്നത് ഈ എക്സിൻ്റെ വില. അപ്പോൾ എക്സിൻ്റെ വില കണ്ടെത്താനുള്ള മാർഗമാണ് നമ്മളിവിടെ പഠിക്കാനുള്ള. അതിന് 8ാം ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. 9ാം ക്ലാസ് പഠിച്ചിട്ടുള്ള 2 വേരിയബിളായിട്ടുള്ള ഓർമ്മയുണ്ടാവണം. എന്നിട്ടാണ് ഇതിൻ്റെ, പക്ഷെ നമുക്ക് അതൊന്നും ചർച്ച ചെയ്ത സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഞാനിവിടെ നേരെ നമ്മൾ ആ പ്രോസസ്സിലേക്ക് കടക്കാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എല്ലാവരും കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മളന്ന് പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. ഈ ax² പ്ലസ് bx പ്ലസ് c = 0. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ട് കേട്ടോ. എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും കേൾക്കാം കേട്ടോ. പക്ഷെ കുട്ടികളാരും വിളിക്കുന്നില്ല കേട്ടോ, അത് വരെ വിഷമമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. ax² പ്ലസ് bx പ്ലസ് c = 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈക്വൽ സൈൻ ഇവിടെ ഉണ്ടല്ലോ. ഈക്വൽ സൈൻ ഉള്ളത് കൊണ്ട് ഇനി ഇക്വേഷൻ എന്ന് പറയും. ഈക്വൽ സൈൻ ഉള്ളത് ഇല്ലെങ്കിൽ പറയില്ല. ഇത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ
സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായി. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വേണം. എ ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കൂടെ വേണം. എ ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0 ആക്കാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ ഇത് ലീനിയർ ഇക്വേഷൻ ആയി, ലീനിയർ പോളിനോമിയൽ ആകും. അപ്പോൾ അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല. സ്റ്റാൻഡേർഡ് ഫോർമുല എ ഈസ് 4 coefficient of x square, b is 4 coefficient of x, c is a constant number, that means coefficient of x raised to 0, x raised to 0, that is c. There are for one example, 3x square plus 5x plus 8 equal to 0. 3 is the coefficient of x square, 5 is the coefficient of x, 8 is the constant number. Then we can write as a is equal to 3, b is equal to 5, c is equal to 8. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി നമ്മളിതിൽ പഠിക്കുന്ന രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു. ഒന്ന് വാല്യൂ കാണുന്ന ഡയറക്റ്റ് മെത്തേഡ്, പിന്നെ വേർഡ് പ്രോസസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് വഴി കണക്ക് എന്നൊക്കെ പറയില്ലേ, ആ വേർഡ് പ്രോബ്ലം എന്നൊക്കെ പറയുന്ന മെത്തേഡ്, അത് നമുക്ക് പിന്നീട് രണ്ടാമത്തെ ഘട്ടം. ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്ന മെത്തേഡ് പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡാണ്. അറിയാലോ, പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡിൽ 2-3 ഘട്ടങ്ങളുണ്ട്. അത് ചർച്ച ചെയ്തതിന് ശേഷം അടുത്തേക്ക് പോകും കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഓക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നാം ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റിയുടെ സർവ്വസമവാക്യം എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇത് മൈനസ് ആകാം, കൂടെ മൈനസ് ആകാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമാറ്റ്. ഇങ്ങനെയുള്ളതിനെ ഈ ഫോർമാറ്റിലേക്ക് ആക്കണം. ഈ ഫോർമാറ്റിലേക്ക് ആക്കുമ്പോൾ, അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ ഫോർമാറ്റ് കിട്ടും. അതായത് എങ്ങനെ? എക്ക് സ്ക്വയർ ബിക്ക് സ്ക്വയർ, ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ഡബിൾ. ഈ രൂപത്തിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ? അല്ലാത്ത പെർഫെക്റ്റ് സ്ക്വയർ. ഉദാഹരണമായിട്ട് ജസ്റ്റ് നോക്കട്ടെ, ജസ്റ്റ് മനസ്സിലാക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം 25ൻ്റെ റൂട്ട് 5 ആണ്, എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് x ആണ്, 5ൻ്റെ x 5x ആൻഡ് ഡബിൾ 10x. ഓക്കെ, ആ സ്ഥാനത്ത് ഇവിടെ 5x എന്ന് വന്ന് വിചാരിക്കുക, 5x എന്ന് വിചാരിക്കുക. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, പക്ഷെ എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം ഇവിടെ 10x ഇതിൻ്റെ റൂട്ടിൻ്റെയും ഡബിൾ വന്നാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആകും. അവിടെയാണ് കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക, ശ്രദ്ധിക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള മാർഗമാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് കുറച്ച് കണക്റ്റുകൾ ചെയ്യാം. ഈ വീഡിയോ ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. ഒക്കെ പോസ് ചെയ്ത് കാണാം. വളരെ സിമ്പിളായിട്ട് കണ്ടു നോക്കും. എ പ്ലസ് എക്സ് കൊടുക്കും, എക്സ് സാധാരണ ഉപയോഗിക്കും. എക്സ് പ്ലസ് 8 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഇത് വന്നു. ഇതിൻ്റെ സൊല്യൂഷൻ കാണും. ഈ ഫോർമുല സൊല്യൂഷൻ ആണ്. എളുപ്പം നോക്കൂ. എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് 25. എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 25 റൂട്ട് 5. എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 8 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 8. എക്സ് ഈസ് ഈക്വൽ ടു വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ നെഗറ്റീവ്. സൊല്യൂഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. നെഗറ്റീവ് പോസിറ്റീവ് എക്സിൻ്റെ സൊല്യൂഷൻ, നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ റൂട്ട് 25ന് 5 മാത്രമല്ല -5ഉം ഒരു സൊല്യൂഷനാണ്. നമ്മൾ ആദ്യം അങ്ങനെ പഠിക്കുന്നില്ല, ചിലപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ -5 സൊല്യൂഷൻ ആണെങ്കിൽ -5 ഇട്ടു, -5 മൈനസ് 8 ഒരെച്ചിനും വന്നു, -13 ഒരു സൊല്യൂഷനായിട്ട് വരുന്നു. എന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡിൽ ചിലപ്പോൾ നമുക്കങ്ങനെ
നെഗറ്റീവ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറില്ല, അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോർമാറ്റിൽ വന്നാൽ സിമ്പിളായി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാലോ, ഈ ഫോർമാറ്റിൽ ചെയ്യാം. അപ്പോൾ ഈ ഫോർമാറ്റിൽ അല്ലെങ്കിലോ ഈ ഫോർമാറ്റിലേക്ക് ആക്കണം. ജസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 49 ഈസ് ഈക്വൽ ടു 81. ഇങ്ങനെ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ റൂട്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം a ഈസ് ഈക്വൽ ടു എക്സ്. പിന്നെ കോൺസ്റ്റന്റ് നമ്പർ സെറ്റ് ചെയ്യുക, 49. b ഈസ് ഈക്വൽ ടു റൂട്ട് 49 7. x ഇൻറ്റു 7 7x ആൻഡ് ഡബിൾ 40. ഡബിളാണ്. ഓക്കെ, അപ്പം ഇനി വേറെ പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 കേട്ടോ. അപ്പം ഇതിന് പകരമായി തോന്നും. അപ്പം നേരത്തെ നമ്മൾ ഈ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡ് വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡിലേക്ക് ആക്കുകയേ വേണ്ടൂ. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ആൻസർ കാണാം. എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു റൂട്ട് 81. എക്സ് പ്ലസ് 7 ഈസ് ഈക്വൽ ടു 9. എക്സ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 7. എക്സ് ഈസ് ഈക്വൽ ടു 2. എനിക്കതിൽ നെഗറ്റീവ് വാല്യൂ എടുക്കുന്നില്ല കേട്ടോ, നെഗറ്റീവ് വരുമ്പോൾ തിരക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഫോർമാറ്റിലേക്ക് തന്നു കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് ഇങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. മറ്റൊന്ന് നോക്കാം, ഈ ഫോർമാറ്റ് ഒന്നും തരാതെ വരുന്ന സന്ദർഭമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതാണ് നമുക്ക് കുറച്ചും കൂടി പ്രശ്നമായിട്ട് വരുന്നത്. ഉദാഹരണമായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വളരെ സിമ്പിൾ ആയിട്ട് 2x ഈസ് ഈക്വൽ ടു 48. ഇതെന്തല്ല, ഇത് നാം പഠിച്ച മെത്തേഡിലല്ല. കാരണം നമ്മുടെ കോൺസ്റ്റന്റ് നമ്പർ ഇല്ലല്ലോ. കോൺസ്റ്റന്റ് നമ്പർ ഉണ്ടോ അവിടെ? ഇല്ല. എക്സ് സ്ക്വയറും ഉണ്ട് 2x ഉണ്ട്. ഇവിടെ കോൺസ്റ്റന്റ് നമ്പർ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു 48ന് റൂട്ട് ഇല്ല. എങ്ങനെ 48 സാധാരണ പെർഫെക്റ്റ് റൂട്ട് ഉള്ളതല്ല, റൂട്ട് കണ്ടെത്താം, പക്ഷെ പെർഫെക്റ്റ് അല്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് 2ab പകരം നിൽക്കുന്നതാണ്. 2ab ഈക്വൽ ആണ് 2x. എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ഉണ്ടോ നോക്കാണ്ട് അവിടെ 1 ആണ്, അപ്പോൾ വേറെ പ്രശ്നമില്ല. ആ 2ab എയും എക്സും, കാരണം എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ് ആണ്, ആ ക്യാച്ച് ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ 2, ഈ 2 നമ്മൾ ബൈ 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ബിക്ക് പകരം ഇവിടെ 1 ആണെന്ന് നമ്മൾ തീരുമാനിച്ചു. എങ്കിൽ ഈ ഫോർമാറ്റ് നോക്കൂ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ 2abയിൽ ബി കണ്ടെത്തി, ഇപ്പോഴത്തെ ബി സ്ക്വയർ അല്ലേ വരേണ്ടത്. ആ ബി സ്ക്വയറിന് പകരം നമ്മൾ ഈ ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ബിക്ക് പകരം 1ന്റെ സ്ക്വയർ കൊടുത്തു ഈസ് ഈക്വൽ ടു 48 പ്ലസ് ഇവിടെ കൊടുത്തിട്ട് അപ്പുറത്ത് കൊടുത്തില്ലേ വിഷമല്ലേ? അപ്പുറത്ത് വീട്ടിൽ കല്യാണം നടന്നിട്ട് എന്നിട്ട് അവർ വീടിൻ്റെ അപ്പുറത്ത് വീട്ടിൽ ബാക്കി വന്ന പലഹാരമൊക്കെ കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് തന്നില്ല, നമുക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് ഇവിടെ 1 സ്ക്വയർ കൊടുത്ത് അപ്പുറത്ത് 1 സ്ക്വയർ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇന്നലെ ഇതിൽ കണ്ടില്ലേ, വഴി കൂടെ നടന്നതിന് ഇവിടെ അടിയൊക്കെ കണ്ടില്ലേ? അതുപോലെ അടി ഉണ്ടാവും അയൽവക്കാർ തമ്മിൽ. അതില്ലാതിരിക്കാൻ ഇവിടെ കൊടുക്കണം. മറക്കരുത്, ഇവിടെയും 1 സ്ക്വയർ കൊടുക്കണം. ഈ 1 സ്ക്വയർ കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതുന്നതേ സമയം കളയണ്ട കേട്ടോ. എക്സ് പ്ലസ് ബി ആണ് ഇവിടെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ വരേണ്ടത്. നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു 48 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ആണ്. ആ 1ൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ 49 ആയി. ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫോർമാറ്റ് ആയി. അപ്പോൾ എന്ത് വന്നു? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ റൂട്ട് 49. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7. എക്സ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 1. എക്സ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ ആണോ? അപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 48 ഈ ഫോർമാറ്റിലല്ല. അപ്പോൾ നമ്മൾ ബി കണ്ടെത്തിയിട്ട് അതിന് ഈ ഫോർമാറ്റിലേക്ക് ആക്കി. ഈ ഫോർമാറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ പോരാ, അതിന് നമ്മൾ ഇത് എക്സ്പാൻഷൻ ഫോമാണ് അല്ലേ? ആ എക്സ്പാൻഷൻ ഫോമിൽ നിന്ന് അതിന് ഫാക്ടർ ഫോമിലേക്ക് ആക്കണം. ഫാക്ടർ ഫോമിലേക്ക് ആക്കിയിട്ട് നമ്മൾ സാധനം ചെയ്യും.
ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ ചെറിയൊരു പ്രശ്നം വരുന്നതാണ്. അപ്പോൾ 2 നമ്മൾ എളുപ്പത്തിന് വേണ്ടി എടുത്താൽ കേട്ടോ. 2 14 വരാം. എനിക്ക് അങ്ങനെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഓഡ് നമ്പർ വന്നാൽ ഒരു പ്രോബ്ലമാണ്. ഓഡ് നമ്പറിനെ നമുക്ക് ചെയ്ത് മനസ്സിലാക്കാം. അതായത് x² + 5x ഈസ് ഈക്വൽ ടു 5/7 40. x² + 5x ഈസ് ഈക്വൽ ടു 40. ഇവിടെ b ഇല്ലല്ലോ. 2ab ഈസ് ഈക്വൽ ടു 5x ആണല്ലോ. ഈ പറഞ്ഞ പോലെ എക്സിനെ ക്യാൻസൽ ചെയ്യാലോ. b ഈസ് ഈക്വൽ 5/2 അല്ലേ. ഒരിക്കലും 2.5 എഴുതണ്ട. ബൈ ചെയ്ത് 2.5 എഴുതണ്ട. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എങ്ങനെ? x² + 5x + 5/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 40 + 5/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ ഇതുപോലെ x + 5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 14 + 5 25/4 എഴുതാം. x + 5/2 whole square is equal to ഈ 14/4 മൾട്ടിപ്പിൾ ചെയ്യാം. 16 16/1 അല്ലേ. 556 കൂടെ 25 കൂടെ 5 6 11 2 3 181 അല്ലെ. 81/4 81. ഇനി നമുക്ക് ചെയ്ത് നോക്കൂ. x + 5/2 ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ അങ്ങോട്ട് പോയി √81/4. ഓക്കെ. x + 5/2 ഈസ് 81ന്റെ റൂട്ട് 9, 4ന്റെ റൂട്ട് 2. ഇതിന്റെ റൂട്ട് മാത്രം കണ്ടിട്ട് ഇതിന്റെ റൂട്ട് കാണാതിരിക്കരുത് കേട്ടോ. ഇതിന്റെ റൂട്ട് കാണും, ഇതിന്റെ റൂട്ട് കാണണം. ചിലപ്പോൾ ഈ റൂട്ടിന്റെ റാഡിക്കൽ ഇങ്ങനെ താഴേക്ക് ഇറക്കാതെ ഇതിന് മാത്രം കൊടുക്കും. എന്തോ ഒരു വിഷം പോലെ ഈ പൈ കാണുന്ന കൂടിയിട്ട് എന്ത് ബാരിക്കേഡ് ഇട്ടുപോലെ തോന്നുന്നു. അങ്ങനെ വേണ്ട. ഈ റാഡിക്കൽ നേരെ താഴേക്ക് 9/2 9a പോലെ ആവട്ടെ, നേരെ ആയിക്കോട്ടെ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 9/2 - 5/2. ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് x ഈസ് ഈക്വൽ ടു 9 5 കുറച്ച് കഴിഞ്ഞാൽ 4/2 x ഈസ് ഈക്വൽ ടു 2 x3. ഇങ്ങനെ കണക്കുകൾ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇനി നാം പഠിക്കുന്നത് ഇതൊക്കെ സൊല്യൂഷനാണ്. ഇതൊക്കെ സൊല്യൂഷൻ കാണാനുള്ള മാർഗമാണ്. ഇനി സൊല്യൂഷൻ കാണാനായിട്ട് നാം പഠിക്കുന്ന മറ്റൊരു മാർഗമാണ് ഏത്? ഫോർമുല മാർഗം. ഫോർമുല മാർഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഒരു ഇപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് അടുത്തത് കണ്ടെത്താൻ പറ്റും, സുഖമായി ചെയ്യാൻ പറ്റും. എന്നാൽ x² കോഎഫിഷ്യൻ്റ് വരിക, x² കോഎഫിഷ്യൻ്റ് വരിക, പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ബുദ്ധിമുട്ട് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഒരു പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാറ്റി ചെയ്യാൻ പാടില്ല. ആ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നല്ല ഒരു കാര്യം നോക്കും. ആദ്യം തന്നെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. b² - 4 നമുക്ക് അതിൻ്റെ ഫോർമാറ്റിൽ കാണുന്നു വിചാരിക്കുന്ന ഫോർമുല x² + bx + c ആണ്. ഈക്വൽ ടു സിയിൽ b² - 4ac ആണ് ഡിസ്ക്രിമിനൻ്റ്, വിവേചനം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഏത് ടൈപ്പ് ആണെന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത്. b² - 4ac 0 വന്നു. ഇത് ഇക്വേഷൻ 0 ആണ്. ഇത് 0 വന്നാൽ വൺ സൊല്യൂഷൻ ആണ്. അത് കാണാൻ ഫോർമുലയാണ് ATB/2a. ഇത് മാത്രം ATB/2a ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടും. എന്നാൽ b² - 4ac ഒരു പോസിറ്റീവ് നമ്പർ വന്നു. പോസിറ്റീവ് നമ്പർ വന്നാലാണ് നാം പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സൂത്രത്തിൽ b ± √b² - 4ac ഹോൾ ഡിവൈഡ് ബൈ 2a എന്നാണ് ഫോർമുല. ഇത് x ഈസ് ഈക്വൽ ടു നീളം മാറ്റണം കേട്ടോ. കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഹോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പറയണം ഈ നെഗറ്റീവ് ബി താഴേക്കൊന്നും വരരുത്, നെഗറ്റീവ് ബി സെപ്പറേറ്റ് ആകരുത്, നെഗറ്റീവ് ബി ഇതിനോട് കൂടി ചേർന്ന് നിൽക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് 2a ചെയ്യാൻ പാടുള്ളൂ. 2ൻ്റെ ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു മെത്തേഡ് നോക്കാം. നമ്മളെങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞല്ലേ, നാം ആദ്യം വേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് b² - 4ac ചെയ്യലേ വേണ്ട കേട്ടോ. ഒരിക്കലും കണക്കിലേക്ക് കുട്ടികളെ കാണാൻ ചിലപ്പോൾ നേർക്ക് നേരെ ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞ സമാധാനത്തിൽ b² - 4ac മാത്രം അങ്ങോട്ട് കാണാം കേട്ടോ. നോക്കൂടെ. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് x²
പ്ലസ് നമ്മൾ നേരത്തെ ചെയ്ത് കണക്ക് ചെയ്യാം 5x ഈസ് ഈക്വൽ 40. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത ഒരു കണക്ക്. ഇത് ഓർമ്മ ശരിയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനെ നമുക്ക് ആദ്യ സ്റ്റാൻഡേർഡ് ഫോമാണ് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 14 ഈക്വൽ ടു 0. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ് സ്ക്വയർ വരണം, പിന്നെ എക്സ് വരണം, പിന്നെ കോൺസ്റ്റൻറ്റ് വരണം. ആ രൂപത്തിൽ ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇപ്പുറത്താണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ല ഇതൊക്കെ അപ്പുറത്താണെങ്കിലും അതൊക്കെ ഇങ്ങോട്ട് ചിഹ്നം മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണം. എക്സ് സ്ക്വയറിനെ അവിടെ കൊണ്ടുവരണം. ഇനി എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണെങ്കിലോ എല്ലാം ചിഹ്നം മാറ്റും. അപ്പോൾ എക്സ് സ്ക്വയർ പോസിറ്റീവ്, ബാക്കിയുള്ളവർക്ക് ചിഹ്നം മാറ്റും. ഏതാണ് അതിൻ്റെ രൂപമെങ്കിൽ ആ രൂപത്തിലെ ചിഹ്നങ്ങൾ മാറ്റും. ഇനി നമുക്ക് വേണ്ടത് a ഈസ് ഈക്വൽ ടു 1 എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ്, b ഈസ് ഈക്വൽ ടു 5 എക്സിൻ്റെ കോഎഫിഷ്യന്റ്, c ഈസ് നെഗറ്റീവ് 40. ചിഹ്നം എഴുതാൻ പാടില്ല കേട്ടോ. ചിഹ്നം എഴുതിയില്ലെങ്കിൽ കണക്ക് ഓക്കെ. ബി സ്ക്വയർ മൈനസ് 4ac ചെയ്ത് നോക്കാം. ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു നെഗറ്റീവ് 40. അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പറയാനുണ്ട്, ഈ ബി സ്ക്വയർ മൈനസ് 4ac ആണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. കൂടാതെ ബി സ്ക്വയർ ബ്രാക്കറ്റിലാക്കുക, 4ac ബ്രാക്കറ്റിലേക്ക് രണ്ട് പുതപ്പിട്ട് കൊടുക്കുക. തണുപ്പാലല്ലേ എടുത്ത് കൊടുക്കുക, പുതപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ ചിലപ്പോൾ കുട്ടികൾ ഇത് മാത്രം സ്ക്വയർ ബ്രാക്കറ്റ് ആക്കും, ഇത് ബ്രാക്കറ്റ് ഇത് ആകെ ഉള്ള പരിവാക്കിയെടുക്കും. എന്തിനത് ഈ ബ്രാക്കറ്റ് ഞാൻ പലപ്പോഴും വീണ്ടും ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവശ്യം ചെയ്ത് എന്തോ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചെയ്യുക. കുട്ടികളെല്ലാവരും ഈ ഓർമ്മ വയ്ക്കുക, രണ്ട് ബ്രാക്കറ്റാക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് കണക്ക് തെറ്റില്ല. തെറ്റാണ്ട് ചെയ്യാനല്ലേ കണക്ക്, സ്റ്റൈൽ കാണിക്കാനില്ലല്ലോ. സ്റ്റൈൽ കാണിച്ച മാർക്കൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ. 5 സ്ക്വയർ 25 മൈനസ് 4 4 16 6 1 4 5 5 5 നെഗറ്റീവ് 54 25 25. അപ്പോഴാണ് ഈ നെഗറ്റീവ്, ഈ മൈനസ് വേറെ, ഈ നെഗറ്റീവ് വേറെ സെപ്പറേറ്റ്. 25 പ്ലസ് 56 11 1 5 6 2 81. ഈ 81 കേട്ടോ. അപ്പം പി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആണ് ഫോർമുല. ATB പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് ബി കേട്ടോ. നെഗറ്റീവ് ബിക്ക് പകരം ബി ഓൾറെഡി 5 ആണ്. അപ്പോൾ നെഗറ്റീവ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട്. ഇനി 81 കൊടുത്താൽ മതി. വീണ്ടും ഇതിലേക്ക് എടുത്തിട്ട് ഇതൊക്കെ സംഖ്യ എടുത്ത് കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി കണ്ടെത്തി. അത് 81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ 2 ഇൻറ്റു എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1 നെഗറ്റീവ് 5 പ്ലസ് ഓർ മൈനസ് 81 ഇൻറ്റു റൂട്ട് 9 ബൈ 2. അപ്പോൾ നെഗറ്റീവ് 5 പ്ലസ് 9 ബൈ 2 കോമ നെഗറ്റീവ് 5 മൈനസ് 9 ബൈ 2. ഇവിടെ നമ്മൾ മൈനസ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ 4 ബൈ 2, ഇത് നെഗറ്റീവ് 14 ബൈ 2. വാല്യൂസ് വരിക 4 ബൈ 2 2 വരും, നെഗറ്റീവ് 7 വരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സൊല്യൂഷനായി വരും. ഈ വാല്യൂ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ടത്. ഏത് ഈ സൊല്യൂഷനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാൻ പോകണം. അടുത്തൊരു വീഡിയോ ക്ലിപ്പിങ്ങിൽ വഴി കണക്ക് ചെയ്യും. ഇപ്പോൾ ഈ കണക്കുകൾ മനസ്സിലായാലും എല്ലാ കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ താങ്ക്സ് അലിക്കെന്നൊക്കെ പറയാൻ കേട്ടോ. മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഇങ്ങനെ അന്ന ആണ് ആദ്യമായിട്ട് അലിക്കാക്ക് വീഡിയോ ക്ലിപ്പ് ഇട്ടപ്പോൾ സന്തോഷമൊക്കെ പറഞ്ഞിട്ട് അയച്ച അമ്മ. അപ്പോൾ പിന്നെ അംശു കാറ്റഗറൈസ് ചെയ്ത് കിട്ടു. പിന്നെ എനിക്ക് ആ നമ്പർ മാത്രമേ കാണുള്ളൂ. ആരാണ് ആ കാറ്റഗറി ഇട്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഏതൊക്കെയാണ് കെമിസ്ട്രി പറഞ്ഞു തരാനുണ്ട്, ഫിസിക്സ് പറഞ്ഞു തരാനുണ്ട്. തൽക്കാലം ഇത് ഇതാവട്ടെ, കാരണം നമ്മൾ ഫോണിൽ ലോഡായി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഓക്കെ. എല്ലാ പഠിച്ചോളൂട്ടല്ലേ, നന്നായിട്ട് പഠിച്ചോളൂ. കുട്ടികളൊക്കെ നന്നായി പഠിച്ചു. ആൺകുട്ടികൾ ആരും റിപ്ലൈ ചെയ്തില്ല. ആ ആയുഷ് മാത്രമാണ്, ആദർശ് മാത്രമാണ് വിളിച്ച് സംസാരിച്ചോളൂ കേട്ടോ. അനന്തോ മറ്റുള്ളവർ ആനന്ദ് ഷാരോൺ അവരൊന്നും സംസാരിച്ചിട്ടില്ല. എല്ലാ കുട്ടികളും നന്നായിട്ട് അത് പ്രശംസ.